ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. വൈഷുവിന് ചെറിയൊരു പനി, എനിക്കും പനിയുണ്ട്. എനിക്ക് കുറേ ദിവസം കൊണ്ടേ ഉണ്ട് കേട്ടോ. പക്ഷേ രാവിലെ മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങ് മാറും, മൂക്കൊലിപ്പ് തുമ്മലൊക്കെ, പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ വൈഷുവിന് പനിയായപ്പം എനിക്കും ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ട്. മാവിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇനി അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. നമ്മുടെ പനയനാറുകാവിലെ ഹോമിയോയിലാണ് കേട്ടോ പോകുന്നത്. വെള്ളം ഉണ്ടാക്കുന്നതിന് അടങ്ങിയിരിക്കും അവിടെ, ഉരുണ്ട് വീടും ചെന്ന്. ഇന്ന് വൈഷുവിന് സ്കൂളിൽ പോകണം കേട്ടോ, പക്ഷെ ഇന്ന് വിടുന്നില്ല. പനിയായതുകൊണ്ട് വൈഷുവിനെ വിടുന്നില്ല കേട്ടോ. സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും വന്ന്. ആണോ കേട്ടാ? അല്ലേ, അപ്പൊ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ പോകണം കേട്ടോ. നമ്മൾ വേറെ റോഡിൽ കൂടെ ആയിരുന്നു പോകുന്നത്, പക്ഷെ ആ റോഡ് ഇപ്പം പണിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പം സ്കൂള് കാണിച്ചു തരാം. ഇല്ലയോ ഇല്ലയോ വൈശിക? ചേച്ചിമോട് സ്കൂള് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക്? ഇല്ലയോ? ഇല്ലെന്ന്. സ്കൂളിൽ പോകാനല്ല, സ്കൂള് കാണിച്ചു കൊടുക്കാം. ഇവിടെ വെച്ചാ പോരെ, അതിനെക്കാട്ടി കുലുക്കോ. ഇതാണ് കേട്ടോ വൈഷുവിന്റെ സ്കൂൾ. കണ്ടോ, ഇവിടെ റോഡ് വെള്ളത്തോണ്ടാണ് കേട്ടോ വണ്ടി കിടന്ന് കുലുങ്ങുന്നത്. ഇതാണ് വൈഷുവിന്റെ സ്കൂള്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പഠിക്കുന്നേ. Michigan? ഓട്ടോ ഒക്കെ എടുത്തോണ്ട് വരുന്ന ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. നമുക്ക് പോയി കാണാം, ഡോക്ടറെ കാണാം. ഡോക്ടർ കാണുമോ? പോ. ഇന്നലെ ഫോണിൻ്റെ അവർ വിളിച്ചായിരുന്നേ, മറ്റേ സബ്സ്റ്റേഷനോട്ടാണ് ചെല്ലാനാണ്. അപ്പം നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വൈഷുവിന് പനിയായിട്ട് ഫ്രൂട്ടിയൊക്കെ വേണമെന്നാണ് പറയുന്നത് കേട്ടോ. വൈശി എന്തെടുക്കില്ല പുറയില്. അവിടെ പോയിരുന്നേ ചില ഫ്രൂട്ടി വാങ്ങത്തില്ല വാവേ, പനിയാ. പനി മാറട്ടെ നമുക്ക്. പോവാന്നോ? ടാറ്റാ. ഇവിടെ ആരും ഇല്ല, എല്ലാവരും അമ്പലത്തിൽ പോകും. കഥ അടച്ചിട്ടേക്കുവാ. ചെരുപ്പൂരിയുടെ
നമ്മുടെ ഇവിടെ റോഡ് പണിഞ്ഞ കേട്ടോ. ഉണ്ട് ഉണങ്ങിയില്ല, അതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് പോകത്തില്ല. ഏട്ടൻ തിരിച്ചു പോവാം. ഏട്ടന് ജോലിക്ക് വേണം, അതുകൊണ്ട് ഏട്ടൻ പോവാട്ടോ. നമ്മളിനി ഈ മതിൽ ചാടി വേണം പോവാൻ നമ്മുടെ വീട്ടിലോട്ട്. നമ്മളിവിടെ പെട്ടുപോയി ഗൈസ്. നമ്മുടെ താക്കോല് ഏട്ടൻ കൊണ്ടുപോയി. കാറിൻ്റെ കീക്കകത്ത് കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, താക്കോൽ എടുത്തില്ലല്ലോ, അന്ന് ഇത്ര നേരം ഇവിടെ നിന്ന് കാര്യം പറഞ്ഞു. ഇനി വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഉള്ളിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുമ്പോൾ വിശപ്പായിരിക്കും, പിന്നെ ഉണ്ടാക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഇപ്പം വേണമെന്ന് പറയുന്നുണ്ട്, എടുത്ത് കൊടുക്കാം. സാമ്പാറാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ വൈശുവിന് കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് ഉള്ളിക്കറി ആക്കിയതാണ്. പെട്ടെന്നൊരു കറി. രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഉറപ്പിച്ചത് കേട്ടോ. ഇന്നലെ പനി ആയിരുന്നെങ്കിലും ഇന്നാണ് തീരുമാനം എടുത്തത് പോവാന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ഉള്ളിക്കറി അങ്ങ് വെച്ചതാണ്. സാമ്പാർ വയ്ക്കുമ്പോൾ പിന്നെ അത്രയും കൂടി ലേറ്റ് ആവത്തില്ലേ, അതുകൊണ്ട്. അപ്പം നമ്മുടെ വൈശിക ദോശ തിന്നാണ് കേട്ടോ. തിന്നോ. മോളിവിടെ വന്ന് നിൽക്കും, വെച്ച് വായി വെച്ച് തരാം. ബാ. കൊള്ളാവോ? ഇവിടെ അടങ്ങി ഒതുങ്ങി വന്നത് പിന്നെ. ഞാനിപ്പോൾ രാവിലെ തിന്നതാണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ 2 കഴിച്ചായിരുന്നു. ഞാൻ വേറൊന്നും രാത്രിയിൽ ഫുഡ് ഞാൻ കഴിക്കാതാണ്. അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റുമ്പോൾ തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. ഫോണോ? നീ പിടിച്ചിട്ട് ഇങ്ങനെ 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 ഷേക്കാവും. തരാം തരാം. ഞാൻ കഴിക്കുന്നത് വൈശു വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ടോ. പറഞ്ഞെങ്കിൽ അമ്മച്ച് കൂടെ എടുക്കുന്നു. ഒരു മുട്ടത്തല കറി വശിക്ക അമ്മയുടെ പുറകിൽ വന്നേക്കുന്നത്. കറി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. മുട്ടയുണ്ട്, പിന്നെ എന്ത് വേണം വൈശുവിന്? സാമ്പാർ മതിയോ? സാമ്പാർ മതി. വൈശു എന്താന്ന് പറഞ്ഞാലും സാമ്പാർ വേണമെന്ന് കേട്ടോ കേട്ടോ. അതിലൂടെ മിക്കാറും സാമ്പാറായിരിക്കും. സാമ്പാറുണ്ട് വൈശു ചോറ് വേണം. അതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് വൈകിട്ട് ദോശ ഉണ്ടാക്കാം. സാമ്പാർ ഒരു വെടിക്ക് 2 ദോശ. കാണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ 2 പെൺപിള്ളേർ വന്നായിരുന്നു കേട്ടോ. വൈശിക ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെയൊക്കെ മതി, കട്ട് ചെയ്യും. അപ്പോൾ വൈശിക ഉറങ്ങാണ് കേട്ടോ. വൈശിക ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. അപ്പം ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ വൈശിക ഉറങ്ങാണ് കേട്ടോ. വൈശിക ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. അങ്ങനെ ഞാൻ ഉറക്കി കിടത്തി. സൗണ്ട് കേട്ട് ചിലപ്പോൾ ഇരുന്നേക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് നീ പോരുന്നത്. അപ്പോൾ വൈശിക ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് പനി ആയതുകൊണ്ട് വൈശു രക്ഷപ്പെട്ടു. സ്കൂളിൽ പോകണ്ട. വൈശു ചില ദിവസം സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ റെഡിയായിട്ട് ബഹളമായിരിക്കും. പോകാമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. ചില ദിവസം പോയില്ല.
ചില ദിവസം ഭയങ്കര ബഹളമാണ് ഇവിടെ കിടന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. ദോശ കഴിച്ചു, രണ്ടുപേരും ദോശയൊക്കെ കഴിച്ചു, വയറ് നിറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ വേണ്ട ബിസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് കഴിച്ചിരിക്കണം. ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക്, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഇല്ലേ വൈശു? എന്താ അങ്ങനെ വിശക്കുന്നുണ്ട്? ഭയങ്കര വിശപ്പാണോ? സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഡെസ്കിൽ കിടന്നുറങ്ങുമോ വിശക്കുമ്പോഴോ? ഡെസ്കിൽ കിടന്നുറങ്ങുമോ വിശക്കുമ്പോൾ? എന്നിട്ട് പിള്ളേർ വിളിക്കുമോ? എന്തൊക്കെയുണ്ട് സ്കൂള് വിശേഷം? വിശേഷമുണ്ട്. എന്തുവാന്ന് പറ. കാര്യം പറയത്തില്ലയോ? വിശേഷം എന്തൊക്കെയുണ്ടെന്ന് പറയാള്. ഓർമ്മയൊന്നും ഇല്ലയോ? ഓർമ്മയൊക്കെ പോയി. ചള്ളിപ്പോയോ? തന്നെ പോയോ ഓർമ്മ? പിന്നെ എന്തോ ഓർമ്മയുള്ള എന്തുവാ? എടി പക്ഷെ എൻ്റെ ഷോളൊക്കെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. തണുക്കുന്നുണ്ടാണോ? ശരിക്കും ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴയുടെയും അല്ലാണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. മഴ പെയ്തില്ലെങ്കിലും ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. എനിക്കും ഭയങ്കര തണുപ്പാണ് കേട്ടോ. വൈശുവിനും ഭയങ്കര തണുപ്പാണ്. വാവയ്ക്ക് എനിക്കൊന്നും തണുപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവള് പുതപ്പിച്ചു കൊടുത്താലും പുതയ്ക്കത്തില്ല. അന്നേരം എടുത്ത് മാറ്റി. എത്ര ഉറക്കത്തിൽ കിടന്നാലും നമ്മൾ പുതപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വൈശിക്ക് പുതപ്പെല്ലാം എടുത്ത് മാറ്റി കേട്ടോ. വൈശു പിന്നെ പുതയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പുതപ്പൊക്കെ ഇട്ട് പുതച്ചോട്ടാണ് ഉറങ്ങുന്നത്. ഇല്ലേ വൈശു? വൈശുവിന് അത്രയ്ക്ക് തണുപ്പാണ്. അപ്പം ഇവിടെ ഇനി ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ജോലിയൊന്നും ചെയ്യാതെ. അപ്പോൾ ജോലി എന്തുവാന്ന് വെച്ചാൽ സാമ്പാർ വയ്ക്കണം, പിന്നെ മുട്ട ഇരിപ്പുണ്ട്, മുട്ട പിടിക്കാം. പിള്ളേർക്ക് അതൊക്കെ മതിയല്ലോ. പിന്നെ ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കും. എനിക്ക് വലിയ കറികളൊന്നും വേണമെന്നില്ല. സാമ്പാർ മുട്ട, അച്ചാറുണ്ട്. ഏട്ടൻ വരുമെന്ന് അറിയില്ല. മിക്കവാറും ഏട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ്. ഏട്ടൻ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ മിക്കവാറൊന്നും ഉണ്ടാക്കാറില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ മീനും ഒന്നും ഇല്ലല്ലോ. സാമ്പാർ ഉണ്ടാക്കും, മോര് കാണും, പിന്നെ മുട്ട കാണും, പപ്പടം കാണും, അച്ചാർ കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. വേറെ പ്രത്യേകിച്ച് തോരനോ അവിയൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ചില ദിവസങ്ങളിൽ മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. ആരും ഇല്ലല്ലോ കഴിക്കാൻ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇവർ വേറെ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് കളയുന്നിട്ട് ഇവളുമാരോട് തിന്നുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാക്കും. എല്ലാവർക്കും ആവുമല്ലോ. ഒരാൾക്ക് വേണ്ടി പ്രത്യേകം ഒന്നും ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ഞാനിപ്പോൾ ഗുളിക കഴിച്ചില്ല കേട്ടോ. കഴിക്കട്ടെ. ഹോമിയോ ഗുളിക ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭാര്യയ്ക്കായാലും കഴിക്കുന്നതിന് മടിയൊന്നുമില്ല, ആർക്കുമില്ല. പണ്ടൊക്കെ കഴിക്കത്തില്ലേ? കുഞ്ഞുനാളൊക്കെ ഞങ്ങൾ കുറേ വാരി കഴിച്ചായിരുന്നു. അപ്പം ഇപ്പോഴാണ് ശരിക്കും അളവ് നോക്കി കഴിക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ. കുഞ്ഞിലെ കുറേ വാരി ഇങ്ങനെ വായി കൊണ്ട് തട്ടിയിടുമായിരുന്നു. വൈശും ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവളങ്ങനെ ചെയ്യും. അവൾക്ക് അറിയത്തില്ലല്ലോ, തിന്നൂടാന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളിവിടെ കാട്ടയ്ക്കകത്തിട്ട് മുറുക്കി അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കൊടുക്കാതെ അവിടെ ഇവിടെയൊന്നും വെച്ചേക്കത്തില്ല. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ ഇരുന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പോയി അപ്പുറത്ത് പോയിരിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരിക്കാം. വിസിൽ കേൾക്കുമ്പോൾ വന്ന് ഓഫാക്കാം. വാവയുടെ അനക്കം കേൾക്കുന്നുണ്ട്. അവളാണെന്നോ എന്നൊരു സംശയം. പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ വൈശികമാണെന്ന് കേട്ടോ. ഞാനിങ്ങനെ വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയപ്പം വൈശികമാണെന്ന്. അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നു.
ഋഷിക കഴിഞ്ഞോ ഉറക്കം? കഴിഞ്ഞോ? ഐശയ്ക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയാട്ടോ, ഭയങ്കര മടിയാ ഉറങ്ങാൻ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ ചോറ് കഴിക്കും, പിന്നെ വൈകിട്ട് ചായ ഇടും, പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കും, പിന്നെ ഇടയിലും കിടന്നുറങ്ങും. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേറെ നമ്മൾ പുറത്തോട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വാവ, ഞാൻ തുണി കഴുകാനൊക്കെ പോയാലും വാവ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ ഡെയിലി തുണി കഴുകാറില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് തുണി കഴുകുന്നത്. നമ്മുടെ സാമ്പാർ വീട്ടിൽ വന്നു. വൈശുവിന് ചമ്മന്തിപ്പൊടി മാത്രം മതിയോ? വൈശിക്കോ സാമ്പാറോട് ഒഴിവാവേ? മുട്ട എടുത്ത് തിന്ന്. എനിക്ക് വെള്ള സാമ്പാർ മതി. വെള്ള സാമ്പാർ. വെള്ളമോ? വെള്ളമുള്ള സാമ്പാർ മതി. വെള്ളമുള്ള സാമ്പാർ. ചമ്മന്തിപ്പൊടി അതിനുണ്ടോ വൈശു? സൂപ്പറാ. ചമ്മന്തി കൂടി നല്ല സൂപ്പറാ. അടായോ നോക്കണ്ട. കാറോ? ചെയ് പോട്ടെ. അവിടം വരെ കൊണ്ടുപോവേ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അവിടെ വെള്ളം കിടക്കുന്നുണ്ടോ? നീ അടങ്ങി വയ്ക്കത്തില്ലേ ഇവിടെ വാവേ? പൈസക്ക് എന്തോ അടി നോക്കുന്നേ? കാറോ? അച്ചായി പോയി, അച്ചായി ജോലിക്ക് പോയതാ. പൊക്കാനോ? വായിക്കാൻ ആള് വന്നല്ലോ, പിന്നെന്തോ വേണോ ഇനി? നീക്ക്. നീങ്ങട്ടെ. പോട്ടെ. പോട്ടെ. തള്ളിക്കോ. എടി ഇപ്പം നിന്റെ പാൻ്റായിരുന്നടി വൈശു ഇത്. ഞാനേ ഓർക്കാതെ അവൾക്ക് എടുത്തിട്ട് കൊടുത്തു. ഞാൻ വൈശു
മാറിയേ അമ്മച്ചി അടയ്ക്കാം മാറി. മാറ്. മതി മതി. ഇല്ലല്ല താക്കോലില്ല, അടക്കല്ലേ, പിന്നെ നമ്മളെങ്ങനെ കയറും? എടാ പോയി. ചോറ് എന്നിട്ട് കിടന്ന് ഓടുന്ന കേട്ടോ, വയറ് നോവേ. വാവേ ഓടാതെ വാ, വെച്ചേരാൻ അടങ്ങിയില്ലേ, പിന്നെ ഓടാ. പനിയായിട്ട് മഴയത്ത് കിടന്ന് കളിക്കുന്ന വൈശുവിനെ കണ്ടോ? വൈശു ഇങ്ങോട്ട്, മഴ പെയ്യുന്നെന്ന്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പഴം ഉണ്ടായിരുന്നു, ഞാനങ്ങനെ ഒരു പഴം എടുത്ത് കഴിച്ചു കേട്ടോ. ശരിക്കും നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫാണോ അതോ വട്ടയിറ്റിൻ്റെ ആണോ എനിക്കൊരു സംശയം. അപ്പം ഭാവിയും വൈശും കൂടെ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. ഞാനപ്പോൾ വിചാരിച്ചൊരു പഴം കഴിക്കാമെന്ന്. ഇനി നമുക്ക് ചായ ഇടണം കേട്ടോ, ചായ കുടിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പം നമ്മൾ ചായ ഇട്ടു കേട്ടോ, ചായ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് രണ്ടുപേർക്കും കൊടുക്കണം, ഞാനും കുടിക്കണം. അപ്പം നമുക്ക് ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. രാത്രിയിലത്തേക്ക് ദോശയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ നമ്മുടെ രാവിലത്തെ ദോശേൻ്റെ ബാക്കി മാവാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് രാത്രിയിലത്തേക്ക് ദോശ ഉണ്ടാക്കണം. ചോറ് ഇരിപ്പുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ്. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുണ്ട്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്, പൊടിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പൊടിച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളിത് ഈ ബിസ്ക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. ബിസ്ക്കറ്റ് പേരൊന്നും എനിക്കറിയത്തില്ല, ഇത് പേര് ക്രാക്കേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ്. നമ്മുടെ ഇത് മിൽക്കീസ്റ്റ് എന്നും പറഞ്ഞാൽ കണ്ടൊരു ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, അമിതാഭ് ബച്ചൻ്റെ പരസ്യത്തിൽ കാണിക്കുന്നത്. അതിൻ്റെ എൻ്റെ സെയിം ഒരു കോണക്കുള്ള സംഭവമാണ്, പക്ഷെ ഇതിനകത്ത് ക്രീമില്ല കേട്ടോ. ഇത് ബിസ്ക്കറ്റ് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ടുണ്ട്. മറ്റേത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അത്രയും ടേസ്റ്റ് വരുന്നില്ല, അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതിൻ്റെ പകുതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ കുഴപ്പമില്ല. വൈശു ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. വാവയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. വാവ ദേ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാരിയിട്ട് ഇന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വൈശികേ? എന്ത് ബഹളം? എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുകയാണ് വൈശിക. വൈശു ഇതേ ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വൈശു ഉറങ്ങിയപ്പം വാവ ഉറങ്ങിയില്ല, അതുകൊണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കുമായിരുന്നു. എന്തോ വെള്ളം വേണോ? ആ തരാം. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ. വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ രാത്രിയിൽ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും, പിന്നെ കിടന്നുറങ്ങും. അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. ഞാൻ ഇത്ര നേരം വെറുതെ ഇരുന്നത് വാവയുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ കണ്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വാവ ഉറങ്ങിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഇനി നമുക്ക് ചായ കുടിക്കണം, അതൊരു ജോലിയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആക്കും, പിന്നെ അത് തുടച്ച് തൂത്ത്, അപ്പം അത്രയും പണിയും കൂടെ ഉണ്ട് ഇനി. പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കും, അപ്പം അന്നേരവും അതുപോലെ കുറച്ച് തുടച്ചെല്ലാം കളയണം. അപ്പം അതും ഒരു ജോലിയാണ്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ഇപ്പോൾ വൈശുവിന് ടാറ്റ പറയണം. വൈശയ്ക്ക് പറയണോ? അയ്യോ, ഇവിടെ ഒരാളൊന്ന് പറയുന്നുണ്ട്. ഉണ്ട് വൈശിക പറ ടാറ്റ ബൈ ബൈ പറ. ടാറ്റ ബൈ ബൈ. ഉമ്മ. വൈശിക ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ.